ആധുനിക കാലഘട്ടത്തിലെ ഭാവമാറ്റങ്ങളെ പരിഹസിക്കുന്നവർ അള്ളാഹുവിന്റെ ദീനിന്റെ അകവും പുറവും അറിഞ്ഞ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരുടെ വാക്കുകളെയാണ് ധിക്കരിക്കുന്നത് എന്നോർക്കുന്നത് നല്ലതാണ്. മറുപടി പറയാൻ നമുക്ക് കഴിയും. പക്ഷേ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മറുപടി കൊടുക്കാൻ, മറുപടി പറയാൻ നമുക്ക് കഴിയും. മറുപടി സ്വീകരിക്കുന്ന ഹൃദയം നമുക്ക് എവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയും? ഇതൊന്നും നിഷേധികൾക്ക് മറുപടിയായി തോന്നുകയില്ല. സത്യാന്വേഷികൾക്ക്, നിഷ്പക്ഷമതികൾക്ക് കാര്യം ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. സയ്യിദി ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹിറു, വ്യക്തമാകുന്ന കാര്യം, അന്ന കുല്ല സമാനിൻ തഹ്ദുസു ലഹു തർബിയത്തുൻ മഖ്സൂസ, ഓരോ കാലഘട്ടവും അതത് കാലഘട്ടത്തിന് സവിശേഷമായ തർബിയത്ത് രീതികൾ ഉണ്ടാകും. അപ്പൊ പഴയകാലത്തെ മശായിഖന്മാർ സ്വീകരിച്ച ചില രീതികളും ചില വളീഫകളും കിതാബുകളിൽ ഉദ്ധരിച്ചുകൊണ്ട് യാ കസ്സാബൂൻ യാ ദജ്ജാലൂൻ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഷെയ്ഖുമാരെ കളിയാക്കുന്നവർ ശ്രദ്ധിക്കണം. ഓരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടത്തിന്റെ അവസ്ഥാന്തരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തർബിയത്തിന്റെ രീതികൾ ഉണ്ടാകും. ലിഅന്നൽ ഔലിയാ അലാ ഖദമിർ റുസുലി, കാരണം ഔലിയാക്കൾ മുർസലീങ്ങളുടെ ഖദമിൽ നിൽക്കുന്നവരാണ്. ഫകമാ അന്നൽ ഹഖ തആല, അല്ലാഹു തആല ലം യക്തഫി ബിറസൂലിൻ വാഹിദിൻ ലിജമീഇ ബനി ആദമ, ആദം സന്തതികൾക്ക് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ ജനങ്ങൾക്കും ഒരു റസൂലിനെ കൊണ്ട് മാത്രം അല്ലാഹു തആല അവസാനിപ്പിച്ചില്ല. എന്തുകൊണ്ട്? ഓരോ കാലത്തും മാറി വരുന്ന ജനതതികൾക്ക് മാറി വരുന്ന ലോകക്രമവും ജീവിതക്രമവും പഠിപ്പിക്കാൻ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലാഹു തആല റസൂലുമാരെ കാലാകാലങ്ങളിൽ മാറി മാറി നിയോഗിച്ചിട്ടുണ്ട്. ലിഖ്തിലാഫിൽ മസാലിഹി വൽ അവാഇദി, മസ്ലഹത്തുകളും ശീലങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ജനങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ കാലാന്തരങ്ങളിൽ ഓരോരുത്തരെ മാറി മാറി പറഞ്ഞയച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഔലിയാക്കളുടെ കഥ. ഫകുല്ലു സമാനിൻ ബഅസല്ലാഹു ഫീഹി റസൂലൻ യുഖ്രിജു അഹ്ലഹു മിൻ അവായിദിഹിം അല്ലതി ഹജബതുഹും അനില്ലാ, അല്ലാഹുവിനെ പ്രാപിക്കുന്നതിനെ തൊട്ട് വിലങ്ങായി തീരുന്ന ശീലങ്ങളെയും ശിഷ്ടകളെയും അതിൽ നിന്ന് വിമുക്തരാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ജനങ്ങളെ നയിക്കാൻ അതത് കാലഘട്ടങ്ങളിൽ അല്ലാഹു തആല റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഔലിയാക്കൾ കാലാന്തരങ്ങൾക്കനുസരിച്ച് ഭാവമാറ്റങ്ങളും തർബിയത്ത് രീതികളും പുതുതായി അവർ സ്വീകരിക്കും. വകദാലികൽ ഔലിയാഉ യബ്അസുഹുമുല്ലാഹു ഫീ കുല്ലി സമാൻ, ഓരോ കാലഘട്ടത്തിലും അല്ലാഹു ഔലിയാക്കളെ നിയോഗിക്കും. ബിഖർത്തി അവാഇദിഹി, അതത് കാലഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് ചെന്നു ചേരുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ശീലങ്ങളെ തകിടം മറിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ കാലോചിതമായ കാര്യങ്ങളെ പഠിപ്പിക്കുന്ന ഔലിയാക്കൾ വരും എന്ന് സയ്യിദി ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു, ഇദ്ദേഹം ആധികാരിക തസവുഫിന്റെ ഇമാമാണ്, അൽ ഫുതുഹാത്തുൽ ഇലാഹിയ്യ. ഇതൊക്കെ കാണാത്തത് കൊണ്ടാണോ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്? ഓരോ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇമാം ഷാറാനി പറയുന്നു, ഇതിൽ വലിയ ലാ യഅതി ബിശർഇൻ ജദീദ്, ഒരു വലിയും ഒരു ശൈഖും പുതിയ ശറഉമായിട്ട് വരില്ല. വ ഇന്നമാ യഅതി ബിൽ ഫഹ്മിൽ ജദീദ്, പുതിയ ഗ്രാഹ്യത, ആധുനികമായ ഫഹ്മാണ് അവർക്ക് ഉണ്ടാവുക. ഫിൽ കിതാബി വസുന്നത്തി അല്ലദീ ലം യകുൻ യഅരിഫു ലിഅഹദിൻ ഖബ്ലഹു, ആ ശൈഖിന്റെ മുമ്പുള്ള ഒരൊറ്റ കുട്ടിക്കും അറിഞ്ഞുകൂടാത്ത പുതിയ ഗ്രാഹ്യത, പുതിയ കാഴ്ചപ്പാട്, പുതിയ വീക്ഷണം കിതാബ് സുന്നത്തിൽ നിന്ന് വലിയന് കിട്ടും. ഷാറാനി ഇമാം പറയാണ്, വലിദാലിക, അതുകൊണ്ട് തന്നെ യസ്തഗ്രിബുഹു കുല്ലൽ ഇസ്തിഗ്റാബി മൻ ലാ ഈമാന ലഹു ബി അഹ്ലി തരീഖ്, തരീഖിന്റെ അഹ്ലുകാരുമായി വിശ്വാസമില്ലാത്തവർക്ക് അതിനോട് എതിർപ്പ് തോന്നും, വിസ്മയം തോന്നും, ആക്ഷേപിക്കും അവര്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എത്ര കളിയാക്കിയിട്ടാ പേരോട് പറഞ്ഞത്, ലദുന്നി ലദുന്നി എന്ന് പറഞ്ഞിട്ട്. ആ ഇൽമ അദ്ദേഹത്തിന് ഉണ്ടോ എന്നൊന്ന് പോയി നോക്കിക്കൂടെ? ഷാറാനി ഇമാം പറയുന്നു, പുതിയ ഇൽമുകൾ കിതാബ് സുന്നത്തിന്റെ വെളിച്ചത്തിൽ പുതിയ ഫഹ്മുകൾ അതത് കാലഘട്ടത്തിലെ വലിയകളുടെ നാവിലൂടെ അള്ളാഹു പുറത്തു തരും. ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഈമാൻ ഇല്ലാത്തവൻ പറയും, അഹ്ലു തരീഖിനെ കുറിച്ച് ഈമാൻ ഇല്ലാത്തവൻ പറയും, ഹാദാ ലം യഖുൽഹു അഹദുൻ, ഇത് മുമ്പാരും പറയാത്തതാണ്. അലാ വജ്ഹി ദമ്മി, ആക്ഷേപത്തിന്റെ ഭാഷയിൽ. വകാനൽ ഔലാ, ആ മുസ്ലിയാർ ചെയ്യേണ്ടിയിരുന്നത്, ആ പണ്ഡിതൻ ചെയ്യേണ്ടിയിരുന്നത്, അഖ്ദുഹു മിൻഹു അലാ വജ്ഹിൽ ഇഅ്തിഖാദി വസ്തിഫാദതിഹി മിൻ ഖായിലിഹി, ആ പറഞ്ഞ ആളിൽ നിന്ന് പ്രയോജനം വരണമെന്ന വിശ്വാസത്തോടു കൂടി കേൾക്കണമായിരുന്നു. എന്നാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമായിരുന്നു.
എന്നാലോ അതല്ലല്ലോ ഇപ്പൊ കാണുന്നത്. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഹക്കിന്റെ അഹ്ലുകാരായ മുഴുവൻ ആളുകളെയും. കീഴ്ശേരി തൃപ്പനച്ചി ഉസ്താദ് വലിയ മഹാത്മാവാണ്, രത്നാണ്. ഈ വിനീതൻ അവിടെ പോയപ്പോഴും വല്ലാത്ത അത്ഭുതങ്ങൾ, വല്ലാത്ത ബഹുമാനം അദ്ദേഹം തന്നിട്ടുണ്ട്. മൗല വല്ലാത്ത സ്നേഹം തന്നിട്ടുണ്ട്. വഫാത്തായി പോയി. എല്ലാവരും തന്നിട്ടുണ്ട്. AP ഉസ്താദൊക്കെ ഷെയ്ഖിന്റെ സ്ഥാനത്ത് കാണുന്ന, ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഒളിച്ചും തെളിച്ചും കാണാൻ പോകുന്ന ആളുകൾ അവർ മദീനത്തുൽ കിറാമിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു കമ്പനിയാണ്. ആര്? നമ്മളെ കണ്ടിട്ടല്ല, നമ്മുടെ മശായിഖന്മാരെ കണ്ടിട്ട്. എന്നാ കേട്ടോ, ഈ വാക്ക് നല്ലപോലെ എല്ലാവരും കൽബ് കൊണ്ട് കേട്ടോ. ഏതൊരു വലിയനും രംഗത്ത് വരുമ്പോഴേക്ക് ഇൻകാർ ചെയ്യുക, ഇതൊരു നയമായി സ്വീകരിച്ച ആളുകൾ തന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ വലിയനെ കൊണ്ടും അയാൾക്ക് പ്രയോജനം കിട്ടുകയില്ല. ഹക്കായ ഒരു വലിയനെ ഇൻകാർ ചെയ്തു പോയാൽ പിന്നെ ഓരൊറ്റ വലിയന്റെ മുറ്റത്തേക്കും പിന്നെ TC ലഭിക്കൂല. ഇതൊരു വലിയ വാക്കാ. തരീഖത്തിന്, ദസൂഖിയത്തിനെ എതിർക്കുന്ന ഓരോ പണ്ഡിതനെയും പഠിച്ചു നോക്ക്. അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പരിശോധിച്ചു നോക്ക്. വഖഫാ ബിദാലിക ഖുസ്റാനം മുബീനാ. നിനക്ക് പരാജയത്തിന് അത് മാത്രം മതി. ഇങ്ങനെ ഒരവസ്ഥ വന്നാൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് മശായിഖന്മാരുടെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ എത്രയോ മശായിഖന്മാരെ പഠിക്കാതെ എതിർത്തവര്, പഠിച്ചിട്ട് എതിർത്തവര്, കൽബ് കൊണ്ട് ഇൻകാർ ചെയ്തവര്, അവരിൽ നിന്ന് എന്ത് ഖൈറാണ് മറ്റു വലിയകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എല്ലാ ഉലമാക്കളും മനസ്സിലാക്കുക. ഇവിടെ എത്രയോ ആലിമീങ്ങളുണ്ട്, അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരൊക്കെ ഈ വിനീതൻ പലപ്പോഴും അവരുമായി ബന്ധപ്പെട്ടു, അവരിങ്ങോട്ട് ബന്ധപ്പെട്ടു, പല നിലക്കും സംസാരിച്ചിട്ടുണ്ട്. അവരൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയുന്നവരല്ല. അതുകൊണ്ട് ദസൂഖിയ്യത്തുൽ മുഹമ്മദിയ്യ ഇൻഷാ അല്ലാഹ് വിജയത്തിലേക്കുള്ള മുന്നേറ്റമാണ്. അതിന് പുതിയൊരു അവസരം തന്നിരിക്കുകയാണ്. അതിന് ഞാൻ അവരോട് നന്ദി കാണിക്കുന്നു. ഇൻഷാ അല്ലാഹ് തരീഖത്ത് സംബന്ധമായി ആഴത്തിൽ തന്നെ നമുക്ക് പറയണം. എന്നിട്ട് എല്ലാവരും ഒന്ന് പഠിക്കട്ടെ. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.